ഹലോ, അസ്സലാമു അലൈക്കും. നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെട്ടാലോ? ഇവിടെ തന്നിരിക്കുന്ന കുറേ പിക്ചേഴ്സ് ഉണ്ട് അല്ലേ? നഫ്ഹമു വനക്തുബു, മനസ്സിലാക്കിയിട്ട് എഴുതണം നിങ്ങൾ. ചിത്രത്തിൽ കാണുന്നത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? നിങ്ങളെല്ലാവരും പഠിച്ച വാക്കുകളാണ് അല്ലേ? അപ്പോൾ അതിൽ ഹാസ, ഹാസിഹി എന്നുള്ള വാക്ക് നിങ്ങൾ കൊടുക്കണം. ഏതിനൊക്കെയാണ് ഹാസ വരിക, ഏതിനൊക്കെയാണ് ഹാസിഹി വരിക എന്നുള്ളത് നോക്കിയിട്ട് എഴുതണം. ആദ്യത്തെ എന്താ? ഫറാശത്തുൻ എന്നാണ് അല്ലേ? അപ്പോൾ ഫറാശത്തുൻ വന്നതുകൊണ്ട് തന്നെ ഹാസിഹി ഫറാശത്തുൻ. പിന്നെയോ ഹാസ ജറാദുൻ, ഹാസ ജറാദുൻ. പിന്നെന്താ വരിക? ഹാസ ത്വാവൂസുൻ. എന്താ വരിക? ഹാസ ത്വാവൂസുൻ. അടുത്തത് ഹാസ ഉസ്ഫൂറുൻ, ഹാസ ഉസ്ഫൂറുൻ. പിന്നെയോ ഹാസിഹി ബിർക്കത്തുൻ, ഹാസിഹി ബിർക്കത്തുൻ. അടുത്തതെന്താ? നഖ്റൗ വനസ്വിലു അല്ലേ? എന്താണ് വാക്ക് എന്ന് നോക്കിയിട്ട് യോജിച്ചതിന് നേരെ വരഞ്ഞു കൊടുക്കുക. അസ്സലാമു അലൈക്കും പറഞ്ഞാൽ വ അലൈക്കും അസ്സലാം. മസാഉൽ ഖൈർ പറഞ്ഞാൽ മസാ നൂർ. കൈഫൽ ഹാൽ എന്ന് ചോദിച്ചാൽ സൈൻ അൽഹംദുലില്ലാ. ശുക്രൻ എന്ന് പറഞ്ഞാൽ അഫ്വൻ. സ്വബാഹൽ ഖൈർ എന്ന് പറഞ്ഞാൽ സ്വബാഹു നൂർ എന്ന് തിരിച്ചു പറയണം അല്ലേ? അത് നോക്കിയിട്ട് ഓരോന്നിനും നേരെ വരഞ്ഞു കൊടുക്കുക. ഈ ചിത്രങ്ങൾ നോക്കിയാൽ എല്ലാവർക്കും അറിയാവുന്ന ചിത്രങ്ങളാണ് അല്ലേ? ത്വാവൂസ് എന്താ ചെയ്യുന്നത്? നൃത്തം ചെയ്യുകയാണല്ലേ? അതിന് പറ്റിയ വാക്ക് നമുക്ക് ഇവിടെ താഴെയുള്ള കള്ളിയിലുണ്ട്. യർക്കുസു ത്വാവൂസു. എന്താ ചെയ്യുന്നത്? യർക്കുസു ത്വാവൂസു. അടുത്തത് എന്താ? യഅ്കുലുൽ കിർദു അൽ മൗസ, യഅ്കുലുൽ കിർദു അൽ മൗസ. പിന്നെയോ യസ്ബഹു സമക്കു ഫിൽ മാഇ, യസ്ബഹു സമക്കു ഫിൽ മാഇ. യഷ്റബുൽ ഫീലു അൽ മാഅ, യഷ്റബുൽ ഫീലു അൽ മാഅ. അടുത്തതോ യഖിഫുൽ ലക്ലക്കു അല സ്വഹറത്തി, യഖിഫുൽ ലക്ലക്കു അല സ്വഹറത്തി. ഈ സെൻറ്റൻസുകളൊക്കെ നിങ്ങൾ നന്നായി പഠിച്ചു വെക്കണം. ആ സെൻറ്റൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് ഓരോന്നിൻ്റെയും അർത്ഥം മനസ്സിൽ വരണം കേട്ടോ. അടുത്തതെന്താ? നുക്കമ്മിലു. ചിത്രങ്ങൾ നോക്കിയിട്ട് അതിൻ്റെ പേരെഴുതുക. സിമ്പിളാണ് അല്ലേ? എല്ലാവർക്കും അറിയുന്നതാണ്. ഓരോ ചിത്രത്തിനും ഏതൊക്കെയാണ് പേരുകൾ വരിക എന്നുള്ളത്. കൂടാതെ നമുക്ക് താഴെ ഓപ്ഷനായിട്ട് തന്നിട്ടുമുണ്ട്. അതിൽ നോക്കിയിട്ട് എഴുതാവുന്നതാണ്. ആദ്യത്തേത് എന്താ? സമക്കുൻ അല്ലേ? ഫിഷ്. പിന്നെയോ ലക്കലക്കുൻ, ലക്കലക്കുൻ എന്താ? കൊക്കാണ് അല്ലേ? പിന്നെയോ റോസാപ്പൂവാണ്, വർദ്ധത്തുൻ. റോസാപ്പൂവിന് വർദ്ധത്തുൻ. പിന്നെ കിർദുൻ, മങ്കിയാണ് അല്ലേ? കിർദുൻ മങ്കി. പിന്നെ ഫീലുൻ, എലിഫൻ്റ് ആണ്. പിന്നെ ത്വാവൂസുൻ എന്ന് പറഞ്ഞാൽ പീക്കോക്ക്. ത്വാവൂസുൻ. എന്താണ്? ത്വാവൂസുൻ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? ഈ വാക്കുകളൊക്കെ നന്നായിട്ട് എഴുതി പഠിച്ച് വെക്കുക. എന്നിട്ട് എക്സാമിന് നന്നായിട്ട് എഴുതുക കേട്ടോ. ഓക്കെ, താങ്ക് യു.